गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2024 ഡിസംബർ 1 മുതൽ 7 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, വൃശ്ചികം 16 മുതൽ 22 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴം, സുഖസ്ഥാനത്ത് കുജൻ, അഷ്ടമത്തിൽ ബുധനും രവിയും, ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായ ശുക്രൻ, ലാഭസ്ഥാനത്ത് ശനി എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. ധനസ്ഥിതി മോശമില്ലാതെ തുടരും. അനുഭവ ഗുണം കുറയും. ബന്ധുക്കളെ കൊണ്ട് ദുഃഖാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. ഗൃഹം, വാഹനം തുടങ്ങിയവയ്ക്ക് കേടുപാടുകൾ പറ്റാൻ സാധ്യത കാണുന്നു. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കാൻ ഇടവരും. അധികാരികളുടെ അപ്രീതി വരാതെ ശ്രദ്ധിക്കുക. കർമ്മപുഷ്ടി കുറയും. എന്നിരുന്നാലും കാര്യങ്ങളെല്ലാം മുറ പോലെ തന്നെ നടക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ഭദ്രകാളി പ്രീതിയും വരുത്തുക. അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും, സഹോദരസ്ഥാനത്ത് കുജനും, കളത്രസ്ഥാനത്ത് ബുധനും രവിയും, അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായ ശുക്രനും, കർമ്മത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. സന്തോഷവും സമാധാനവും അനുഭവപ്പെടും. ഉറക്കമില്ലായ്മ ഉണ്ടാകും. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു. അനുഭവ ഗുണം വർദ്ധിക്കും. ദാമ്പത്യബന്ധം ദൃഢതരമാകും. ദുഷ്പ്രവൃത്തികളിൽ ആസക്തി വർദ്ധിക്കും. കർമ്മഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും, ധനസ്ഥാനത്ത് കുജനും, ശത്രുസ്ഥാനത്ത് ബുധനും രവിയും, കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായ ശുക്രനും, ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായ ബുദ്ധിമുട്ടുകളും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. സർക്കാരിൽ നിന്ന് ദോഷാനുഭവങ്ങൾക്ക് സാധ്യത. കാര്യവിജയമുണ്ടാകാം. ഭാഗ്യവർദ്ധനവ് അനുഭവപ്പെടും. രോഗം ശമിക്കും. ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങും. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. ധർമ്മപ്രവർത്തികളിൽ താൽപ്പര്യം കുറയും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് വ്യാഴവും, ജന്മത്തിൽ കുജനും, പുത്രസ്ഥാനത്ത് ബുധനും രവിയും, ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ ശുക്രനും, അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനസ്ഥിതി മാറ്റമില്ലാതെ തുടരും. ദേഹപീഡ, രക്തസംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. കുടുംബകലഹത്തിന് സാധ്യതയുണ്ട്. ആശയക്കുഴപ്പം ഉണ്ടാകും. വിവേകം കൈവെടിയരുത്. മനപ്രയാസം വർദ്ധിക്കും. രോഗങ്ങൾ മൂർച്ഛിക്കും. ദാമ്പത്യ സൗഖ്യം കുറയും. സ്ത്രീകൾ നിമിത്തം കലഹത്തിന് സാധ്യത. ബന്ധുക്കൾക്കും പുത്രന്മാർക്കും അരിഷ്ടതയ്ക്ക് സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും, വ്യയസ്ഥാനത്ത് കുജനും, സുഖസ്ഥാനത്ത് ബുധനും രവിയും, പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായ ശുക്രനും, കളത്രസ്ഥാനത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മഗുണം കുറയും. ധനനഷ്ടം, ദുഃഖം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. യാത്രാഗുണം, ബന്ധുസമാഗമം എന്നിവ പ്രതീക്ഷിക്കാം. രോഗപീഠ വർദ്ധിക്കും. മനസ്സുഖം കുറയും. ശത്രുശല്യം വർദ്ധിക്കും. എല്ലാ കാര്യത്തിലും മന്ദത അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും, ലാഭസ്ഥാനത്ത് കുജനും, സഹോദരസ്ഥാനത്ത് ബുധനും രവിയും, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ ശുക്രനും, ശത്രുസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കുടുംബസുഖമുണ്ടാകും. രോഗശമനം ഉണ്ടാകും. ഉന്നതരുടെ പ്രീതിക്ക് പാത്രമാകും. ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകും. സഹോദര ഗുണം കുറയും. അനുഭവ ഗുണം വർദ്ധിക്കും. സന്താന ഗുണം കുറയും.
കാര്യവിജയം സിദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴവും കർമ്മസ്ഥാനത്ത് കുജനും ധനസ്ഥാനത്ത് ബുധനും രവിയും സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായ ശുക്രനും പുത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനസ്സുഖം കുറയും, യാത്രാക്ലേശം ഉണ്ടാവും, കർമ്മതടസ്സം ഉണ്ടാകും, സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത, ചതിയിൽപ്പെടാതെ സൂക്ഷിക്കുക, സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി ഉണ്ടാകും, കോപം നിയന്ത്രിക്കണം, ശാന്തമായി ആലോചിച്ചതിന് ശേഷം മാത്രം നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജനും ജന്മത്തിൽ ബുധനും രവിയും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ ശുക്രനും സുഖസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യലാഭം ഉണ്ടാകും, ധനസ്ഥിതി മോശമാകാനിടയുണ്ട്, ശരീരക്ഷീണം ഉണ്ടാകും, വാക്കുകൾ ശ്രദ്ധിച്ച് പ്രയോഗിക്കുക, കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, ദേഹസുഖം കുറയും, കോപം വർദ്ധിക്കും, ശത്രുശല്യം കുറയും, അനുഭവ ഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണ പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ കുജനും വ്യയസ്ഥാനത്ത് ബുധനും രവിയും ജന്മത്തിലും ധനസ്ഥാനത്തുമായ ശുക്രനും സഹോദരസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗങ്ങൾ ശമിക്കും, ശത്രുക്കളുടെ ഉപദ്രവം കുറയും, മാനനഷ്ടത്തിനും വ്രണാദി രോഗങ്ങൾക്കും സാധ്യത കാണുന്നു. പാപപ്രവൃത്തികളിൽ താല്പര്യം വർദ്ധിക്കും, തൊഴിൽ രംഗത്ത് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, അനുഭവ ഗുണം വർദ്ധിക്കും, നാൽക്കാലി ലാഭം ഉണ്ടാകും, തൊഴിലാളികളുടെ സഹകരണം ലഭിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് ബുധനും രവിയും ജന്മത്തിലും വ്യയസ്ഥാനത്തുമായ ശുക്രനും ധനസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കുടുംബസുഖം, അധികാരികളുടെ പ്രീതി എന്നിവയ്ക്ക് യോഗം കാണുന്നു. ഭാര്യാകലഹത്തിനും നയനരോഗത്തിനും സാധ്യതയുണ്ട്. ധനലാഭവും മനോസന്തോഷവും ഉണ്ടാകും, അനുഭവ ഗുണം വർദ്ധിക്കും, കർമ്മപുഷ്ടി ഉണ്ടാകും, വിശേഷ വസ്ത്രലാഭത്തിന് സാധ്യത കാണുന്നു. നയനരോഗങ്ങളും വിദ്യാതടസ്സവും ഉണ്ടായേക്കാം. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ബുധനും രവിയും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായ ശുക്രനും ജന്മത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുക്കളുമായി രമ്യതയിലെത്തും, രോഗശമനമുണ്ടാകും, പൊതുവെ കാര്യങ്ങൾ അനുകൂലമാകും, കർമ്മഗുണമുണ്ടാകും, ധനലാഭം, വസ്ത്രാഭരണ സിദ്ധി എന്നിവ ഉണ്ടാകും, ദേഹസുഖം കുറയും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്ത് ബുധനും രവിയും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായ ശുക്രനും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സ്നേഹം നിമിത്തം മനോദുഃഖത്തിന് സാധ്യത, ഉചിതമല്ലാത്ത ചിന്തകൾ മനസ്സിനെ ഭരിക്കും, സന്താന ഗുണം കുറയും, ഭാഗ്യക്കുറവ് അനുഭവപ്പെടും, വാദസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത, അവിചാരിതമായ സന്തോഷാനുഭവങ്ങൾ തേടിവരും, ബന്ധുജനങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടായേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക.